ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് 119 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ധ്യാനിച്ചതാണ്. തുടർന്ന് രണ്ടാം ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ സങ്കീർത്തനത്തിലുടനീളം ദൈവജനത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും ദൈവജനം നാം കേൾക്കുക മാത്രമല്ല, ധ്യാനിക്കുക മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ എന്നേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ സൂക്ഷിക്കണം എന്ന് ദൈവം നമ്മളോട് പറയുന്ന ഒരു ഭാഗം കൂടിയാണ്. മാത്രമല്ല, അത് നമ്മുടെ ബാല്യം മുതൽ, നമ്മുടെ ചെറുപ്പം മുതൽ, നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ മുതൽ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് നമ്മുടെ തലമുറകളിലേക്കും പകർന്നു കൊടുക്കണം എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നൽകുന്ന സങ്കീർത്തനമാണ്. അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആദ്യത്തെ വാക്യത്തിൽ കാണുന്നു, അതൊരു ചോദ്യവും ഉത്തരവും തന്നെയാണ്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ എന്ന ഒരു ചോദ്യം സങ്കീർത്തനക്കാരൻ ചോദിച്ചിട്ട് അടുത്ത ഭാഗത്ത് പറയുകയാണ്, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നമുക്കറിയാം, അഴുക്കു നിറഞ്ഞ അല്ലെങ്കിൽ പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെ നിർമ്മലമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും? പ്രത്യേകാൽ ബാലന്മാർക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് സങ്കീർത്തനക്കാരൻ തന്നെ ഉത്തരം പറയുകയാണ്, തന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിന്. അതായത് വചനം നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ സൂക്ഷിക്കുന്നു അതിന് അനുസരിച്ച് ആണ് നമ്മുടെ ജീവിതം നാം മെച്ചപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മൾ ദൈവവചനം ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ. അത് ഇവിടെ ബാലന്മാർ എന്ന് പറയുമ്പോൾ ബാലന്മാർക്ക് മാത്രമല്ല, എല്ലാ പ്രായക്കാർക്കും ഈ സങ്കീർത്തനം ബാധകമാണ്. സ്വതന്ത്രമായിരിക്കുവാനും സ്വയം വഴി കണ്ടെത്തുവാനും സ്വയം തങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം ബാലന്മാർ, ഇന്നത്തെ കാലഘട്ടത്തിലെ ബാലന്മാർ പ്രാപ്തരാണ്. നമ്മളും പ്രാപ്തരാണ്. എന്നാൽ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഈ കാലഘട്ടത്തും അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തും ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമതേ, നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പരിശോധിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്ന അധികാരങ്ങളും, അതായത് നമ്മുടെ അധികാരം നാം അവരുടെ മേൽ വിനിയോഗിക്കാറുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ, പൊതുസ്ഥലങ്ങളിൽ, സമൂഹത്തിലെല്ലാം ഓരോ അധികാരങ്ങളും ഒക്കെ അവരെ നേരിടാറുണ്ട്. ചിലത് ആവശ്യമാണെങ്കിൽ ചിലത് അനാവശ്യങ്ങളാണ്. നമുക്കറിയാം, ചില പ്രായമുള്ളവരൊക്കെ വെറുതെ കുഞ്ഞുങ്ങളെയൊക്കെ ഭരിക്കുകയും എടുക്കുകയും അനാവശ്യ ഇടപെടലുകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യും. ചിലര് അത് സീരിയസ് ആക്കും, ചിലരത് തമാശമാക്കും. ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെയാണ്. അങ്ങനെ ചില പ്രതിസന്ധികൾ അവർ നേരിടുന്നു. മാത്രമല്ല, ഇന്നത്തെ ലോകം അവർക്ക് കുറച്ചുകൂടി അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രായത്തിലൊക്കെ ഈ പ്രായമൊക്കെ നമ്മൾ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന ഒരു കാലത്താണ് ജീവിച്ചത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതെന്താണെന്ന് പോലും അറിയത്തില്ല. നമ്മൾ ഒരു 20 വയസ്സിൽ പ്രാപിച്ച ഒരു അറിവ് ഇന്നത്തെ കുട്ടികൾക്ക് ഈ ചെറിയ പ്രായം മുതലേ അവർ നേടിയെടുക്കുന്നു. അപ്പോൾ സ്വയം ചിന്തിക്കുവാനും എടുക്കുവാനും ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഊർജം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധൈര്യം ഇന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ അവർ നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ട്, അവർ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രലോഭനങ്ങളുണ്ട്. നമ്മൾ അവരെ ഏൽപ്പിക്കുന്ന ചില പ്രലോഭനങ്ങൾ. അപ്പോൾ തന്നെ യുവാക്കളിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ശാരീരികവും മാനസികവുമായി അവർ ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. അവർക്ക് സമ്പത്തും ആവശ്യമായിരിക്കുന്നു. കാരണം അവർക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. അതിനെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമില്ലാതെ നമ്മളുടെ നിയന്ത്രണത്തിൽ അവരെ നിയന്ത്രിക്കുന്നു. ഈ ലോകത്തിലേക്ക് എടുത്തു ചാടി ഈ ലോകത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആസ്വദിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു തലമുറയാണ്. ഈ തലമുറയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ തലമുറയേക്കാൾ പ്രശ്നമാണ് മാതാപിതാക്കൾ അല്ലെങ്കിൽ യൗവനക്കാരെയും പ്രായമുള്ളവരൊക്കെ കുറച്ചുപേരെയൊക്കെ സഹിക്കാം. പക്ഷെ ഈ വലിയ പ്രായമുള്ളവരൊക്കെ എന്താണ്, അവരാണ് ഇന്ന് സമൂഹത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഒരു പൊതു ഇടത്തൊക്കെ ചെന്നാൽ അവരാണ്, അല്ലേ, ഒരു 60-50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരാണ് വലിയ പ്രശ്നക്കാർ എല്ലാ തരത്തിലും. ഇവിടെ ബാലന്മാർ എന്ന് പറയുന്നുവെങ്കിലും
എല്ലാവർക്കും ബാധകമാണ്. നമ്മുടെ നടപ്പ്, അതായത് നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ നാം നിർമ്മലരായി നടക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു വിശുദ്ധ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ലോകം നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നു, അല്ലെങ്കിൽ പിശാച് അല്ലെങ്കിൽ ജഡം നമ്മളെ അതിൽ നിന്ന് മാറ്റുന്നു. നമ്മളെ ഈ ദൈവഭാഗത്തേക്ക് അടുപ്പിക്കുവാതിരിക്കുവാൻ തക്കവണ്ണം പിശാചിന്റെ വലിയ പദ്ധതികളുണ്ട്. അത് നമ്മളെ മാനസികമായി അല്ലെങ്കിൽ ശാരീരികമായി അല്ലെങ്കിൽ മറ്റു തലങ്ങളിൽ കൂടിയൊക്കെ നമ്മളെ പ്രലോഭനങ്ങൾ കൊണ്ട്, നമ്മളെ സമ്മർദ്ദങ്ങൾ കൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്തുന്നു. അതുകൊണ്ട് നമുക്ക് ശരിയായി ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾക്ക് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിൽക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് കഴിയുന്നത് ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം നാം മനസ്സിൽ കരുതുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കാര്യസ്ഥനായി നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ നിയന്ത്രിക്കുന്നു. അങ്ങനെ മാത്രമേ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ തക്കണം കഴിയുള്ളൂ. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ദൈവവചനം നാം ധ്യാനിക്കണം. ദൈവവചനം ധ്യാനിച്ച് ദൈവം നമ്മൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി നാം ജീവിച്ചാൽ മാത്രമേ നമ്മുടെ നടപ്പിനെ നിർമ്മലമാക്കുവാൻ തക്കോണം കഴിയുകയുള്ളൂ. അതിന് ആവശ്യമായിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം നമ്മളിൽ ഇടുക, ദൈവവചനം നമ്മളിൽ നടുക എന്നുള്ളതാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം വായിച്ചട്ടെ. യാക്കോബിന്റെ ലേഖനം 1:21 ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ, നമ്മുടെ ആത്മാവിനെ രക്ഷിപ്പാൻ ശക്തിയുള്ളതുമായ ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. നമ്മുടെ ഉള്ളിൽ വചനത്തിന്റെ വിത്ത് വീണ് അത് ഫലം കായ്ക്കത്തക്ക രീതിയിൽ വളർന്നു വരുവാൻ തക്കവണ്ണം നാം സൗമ്യതയോടെ അതിനെ കൈക്കൊള്ളണം. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നാം കൊടുക്കുന്ന വചനം, അല്ലെങ്കിൽ അവർ എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന വചനം, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന ആ വചനം, അത് വളരുവാൻ തക്കവണ്ണം ഇടയാകണം. അപ്പോൾ അതിന് എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിന് മാതാപിതാക്കൾ, അതിന് ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സഭ അവരെ അതിന് സഹായിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ദൈവവചനം കൊണ്ട് ഒരാൾക്ക് വളർന്ന് വലുതാകുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമ്മൾ ഒരു ചെടി നട്ടാൽ, ഈ ലോകത്തിൻ്റെ വേനൽ ചൂടിൽ വളരുന്ന ഒരു ചെടിക്ക് നമ്മൾ ആഴ്ചയിൽ കുറച്ചു വെള്ളം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് ഫലം കായ്ക്കുവാനോ വളരുവാനോ സാധിക്കുകയില്ല. എന്നാൽ ദിനം തോറും അതിന് വെള്ളവും വളവും ഇട്ടുകൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അവരുടെ ചെറിയ പ്രായം മുതൽ അവർക്ക് ആവശ്യമായ ദൈവവചനം നാം കൊടുക്കണം. അതിന് നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അതിന് നമുക്ക് ബാധ്യതയുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അവരുടെ വളർച്ച മുരടിക്കും. ഈ ലോകത്തിന് അനുസൃതമായി അവർ ജീവിച്ചു പോകുന്നു. അത് നമ്മൾക്കൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ആ ഉൾനട്ട വചനം വളരുവാൻ തക്കവണ്ണം നാം നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം വേണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ും 7-ഉം വാക്യം വായിച്ചോട്ടെ. ആവർത്തന പുസ്തകം 6-7 വാക്യം. 6-ാം അധ്യായം 6-7. ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നിന്റെ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. നോക്കുക, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ആരോടാണ് പറയുന്നത്? അപ്പനും അമ്മയോടുമാണ് പറയുന്നത്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. മാത്രമല്ല, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. മാത്രമല്ല, നീ വീട്ടിൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച്
സംസാരിക്കണം. അപ്പോൾ നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആരാധനയ്ക്ക് നാം നമ്മുടെ കുഞ്ഞുങ്ങളുമായി കടന്നു ചെല്ലണം. വചനം കേൾക്കുവാൻ അവർക്ക് ഏറ്റവും നല്ല അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ നോക്കുക, ഇപ്പം നമ്മൾ ദൈവസന്നിധി വന്നു, ദൈവവചനം കേട്ടു, ആഹാ കൊള്ളാം, നല്ല പ്രസംഗമായിരുന്നു. എന്താ പ്രസംഗിച്ചത് അറിയത്തില്ല. പലരുടെയും പ്രശ്നം എന്താണ്? ഒരു ആരാധനയ്ക്ക് പോയാൽ അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടാൽ എന്താണ് പ്രസംഗം എന്ന് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അന്ന് വരാൻ കഴിയാതെ ഒരാൾ ഇരുന്നാൽ അവർ നിങ്ങളോട് ചോദിച്ചാൽ പ്രസംഗം എന്തായിരുന്നു, വിഷയം എന്തായിരുന്നു, കുറിവാക്യം എന്തായിരുന്നു, ഇതൊന്നും പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം കഴിവില്ലാത്തവരായി മാതാപിതാക്കൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഉൾനട്ട വചനം ഇത് ചെയ്യണം. മാതാപിതാക്കളാണ് പരിപോഷിപ്പിക്കേണ്ടത്. മാതാപിതാക്കൾക്ക് അറിയത്തില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കും? നോക്കുക, വചനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കണം, അത് ഗ്രഹിക്കണം. നമ്മുടെ തലമുറകൾക്ക് ചെറിയ പ്രായം മുതലേ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നാം എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. നമ്മൾ നല്ല പ്രസംഗങ്ങൾ കേൾക്കണം, വചനമുള്ള പ്രസംഗങ്ങൾ കേൾക്കണം. വചനമില്ലാത്ത പ്രസംഗങ്ങളൊന്നും ഇത് ചെയ്യാൻ പാടില്ല, നമ്മൾ കേൾക്കരുത്. ദൈവവചനം വായിച്ചിട്ട് ചുമ്മാതെ തമാശയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത കാടും പടപ്പും തല്ലിപ്പൊട്ടിക്കുന്ന കഥകളും പ്രസംഗങ്ങളും നാം കേൾക്കരുത്. അങ്ങനെ അത് കേട്ടിരുന്നാൽ നമ്മുടെയൊക്കെ ഒരു സന്തോഷമുണ്ടാകും എന്നുള്ളതല്ലാതെ നമ്മുടെ ആത്മീക വർധനം എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഉണ്ടാകത്തില്ല. നാം അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാകണം. എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന ഒരു ചോദ്യം. അതിന്റെ കാരണം, നമ്മൾ ആലയത്തിൽ വന്നു, നമ്മളിൽ ദൈവവചനം ഇട്ട് തന്നു, നട്ടു, പക്ഷെ എന്ത് ചെയ്തില്ല? നാം വളർന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്താൻ ശ്രമിക്കുകയാണ്, പക്ഷെ എന്ത് ചെയ്യില്ല? നാം വളർന്നില്ല. നാം വളരാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? നമുക്ക് ഉപദേശം കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ ഈ ലോകത്തിന്റെ ഉപദേശമൊക്കെ കൊടുക്കും. ലോകത്തിന്റെ ഉപദേശം കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? സാധിക്കും. എന്നാൽ ആത്മീക ഉപദേശങ്ങൾ, പഥ്യ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം നാം പ്രാപ്തരല്ലാതായിരിക്കുന്നു. കാരണം എന്താണ്? നാം വളർന്നില്ല. നാം വളരാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളും വളരുന്നില്ല. പലരുടെയും വലിയ പ്രതിസന്ധിയാണ് കുഞ്ഞുങ്ങൾ വളരാത്തതിന്റെ കാരണം. നാം എന്ത് ചെയ്യുന്നില്ല? ആത്മീയ ലോകത്ത് വളർന്നില്ല. ബാലന്മാരായിട്ടിരിക്കുക. 10-70 വയസ്സായി, നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുക? പാല് കുടിച്ചിങ്ങനെ ഇരിക്കുക. പാല് കുടിക്കുക. 70 വയസ്സായി, നമ്മൾ എന്ത് ചെയ്യണം? പാല് കുടിച്ചങ്ങനെ ഇരിക്കുക. വളരണം. കട്ടിയായിട്ടുള്ള ആഹാരം എന്ത് ചെയ്യണം? നാം കഴിക്കണം. വചനത്തിന്റെ ആ കട്ടി ഇന്നും നമുക്കറിയാം. സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ട് വായിക്കാൻ പലർക്കും അറിയത്തില്ല. ഇതെന്തുവാന്ന് മനസ്സിലാകത്തില്ല. ഉറക്കം വരും. 1 മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉറക്കം വരുന്ന അവസ്ഥ. മനസ്സിലാകത്തില്ല. കട്ടിയായുള്ള ആഹാരം കഴിച്ച് ദൈവവചനം നാം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മനസ്സിലാകുന്നില്ലെങ്കിൽ തലമുറകൾക്ക് നാം എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത, സോഷ്യൽ മീഡിയയിലൂടെ പിള്ളേരെങ്കിലും കുറച്ച് കേൾക്കുന്നുണ്ട്. പിള്ളേരുടെ അറിവ് പോലും എന്ത് ചെയ്തില്ല, ഇല്ലാത്ത മാതാപിതാക്കളും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അവർ സൺഡേ സ്കൂളിലൊക്കെ പോയി പഠിച്ച് എന്നാൽ എന്ത് ചെയ്യാം? മാതാപിതാക്കൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ അവർക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം എന്നത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? വചനം അന്വേഷിക്കണം. ആ വചനം അന്വേഷിക്കുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിക്കും. ആ വചനത്തിൽ കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം തരും. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ജ്ഞാനത്തെ നമ്മൾ ആവശ്യപ്പെടണം. ആ ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് നൽകും, ദൈവത്തിന്റെ കരുണ നൽകും, ദൈവത്തിന്റെ നീതിയിൽ നമ്മളെ നടത്തും, ദൈവം നമ്മളെ സന്തോഷിപ്പിക്കും, ദൈവം നമ്മളെ പരിപാലിക്കും. ഇതെല്ലാം സാധ്യമാകുന്നത് ദൈവവചനത്തിലൂടെയാണ്. ഈ വചനം നമ്മൾ ഹൃദയസ്ഥമാകുമ്പോൾ കർത്താവ് വചനമാകുന്ന ക്രിസ്തുവിലൂടെ ഇങ്ങനെയുള്ള വളർച്ചയും അനുഗ്രഹവും ഫലം കായ്ക്കത്തക്ക പ്രാപ്തിയിലേക്ക് ദൈവം നമ്മളെ നടത്തും. അതിനുവേണ്ടി നാം ഒരുക്കണം. ഇന്നൊന്ന് പരിശോധിക്കണം. കർത്താവേ, ഞാൻ വചനത്തിൽ എത്രത്തോളം വളർന്നു? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രാപ്തനായോ എന്ന് നാം ചോദിക്കണം. ദൈവവചനം വർഷങ്ങളായിട്ട് വീട്ടിൽ പറയാത്ത ആളുകളുണ്ട്, അല്ലേ? ക്രിസ്തീയ ലോകത്ത് നമ്മൾ അഭിമാനിക്കുന്നു എന്ന് നമ്മൾ പറയും, നമ്മൾ വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ പണ്ട് മുതലേ ഉള്ളവരാണ്. പക്ഷെ മക്കൾക്ക് ബൈബിളിലെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ കഴിവില്ലാത്തവരായി പോകുന്നു എങ്കിൽ നാം വളർന്നിട്ടില്ല. നമ്മൾ വളരാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു
പ്രയോജനവുമില്ല. നാം വളരുക, നമ്മുടെ കുഞ്ഞുങ്ങളെയും വളർത്തുക. ഇന്നു മുതൽ നാം കൂടുതലായി പരിശ്രമിക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉപദേശം കൊടുക്കുവാൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനത്തിലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിവില്ലെങ്കിൽ കർത്താവേ എനിക്ക് ആ കഴിവ് ഒന്ന് തരണമേ, അല്ലെങ്കിൽ കഴിവല്ല, ആ ദൈവവചനം എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാട്ടെ. എൻ്റെ അടുത്ത വാക്യം 10-ാം വാക്യത്തിലേക്കൊന്ന് നോക്കുക. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരുത്. ദൈവിക കൽപ്പനകളിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം വളരെ സാധ്യതയുള്ള ഒരു ലോകത്തേക്കാണ് നാം വരുന്നത്. പാപത്തിൻ്റെ ആ ചായ്വ് നമ്മുടെ മരണം വരെ ഉണ്ടാവും. കാരണം ആദാമ്യ പാപം നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുന്നത് കൊണ്ട് പാപത്തിന്മേലുള്ള ഒരു ചായ്വ് എപ്പോഴും നമുക്കുണ്ടാകും. അതിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണം. നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരമെല്ലാം ദൈവ വചനം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നാം പൂർണ്ണമായി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അന്വേഷിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ വചനം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. കർത്താവേ, അങ്ങയുടെ വചനം എനിക്ക് മനസ്സിലാക്കി തരണം. അങ്ങയെ അന്വേഷിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഇടം ഈ ദൈവവചനമാണ്. ഞാൻ അന്വേഷിക്കുന്നത് ഈ ദൈവവചനത്തിലൂടെയാണ്. അങ്ങ് വെളിപ്പെടുത്തി തന്ന ഈ വിധികളും കൽപ്പനകളും എല്ലാം ഉള്ള ഈ ദൈവവചനത്തിൽ അങ്ങയെ ഞാൻ അന്വേഷിക്കുന്നു. അങ്ങെനിക്ക് കൂടുതലായി വെളിപ്പെടുത്തി തരണമേ. അന്വേഷിക്കുന്നവന് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അന്വേഷിക്കാത്തവന് ദൈവവചനം മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് പലരും ദൈവവചനം വായിച്ചിട്ടൊന്നും മനസ്സിലാകാത്തതിൻ്റെ കാരണം അവർ പേരിന് മാത്രം, അല്ലെങ്കിൽ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് മാത്രം, അല്ലെങ്കിൽ ദൈവവചനം വായിക്കേണ്ട സാഹചര്യങ്ങളിൽ മാത്രം വായിച്ച് ശീലിക്കുന്നത് കൊണ്ടാണ് ഇതിൽ നിന്നൊന്നും മനസ്സിലാകാത്തത്. അങ്ങനെ മനസ്സിലാകുന്നു എങ്കിൽ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നാം കൂടുതലായി വളരേണ്ടിയിരിക്കുന്നു. അതിന് നമുക്കൊരു പൂർണ്ണ സമർപ്പണം, ഒരു പൂർണ്ണ അന്വേഷണം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുവാൻ തക്കവണ്ണം ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ അന്വേഷണം എന്താ? നമുക്ക് അന്വേഷണം മുമ്പേ നമ്മൾ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നമുക്ക് നല്ല ജോലി കിട്ടുക, നമ്മുടെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് വലുതാക്കുക. ഇതാ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് അന്വേഷിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ അന്വേഷിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ മാർമിക രഹസ്യങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള പ്രകാശനം, ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളെക്കുറിച്ച് നാം അന്വേഷിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രശ്നവും നമ്മുടെ വീട്ടിലെ സംസാരവും എല്ലാം എന്താ? നമ്മുടെ ഭാവിയെക്കുറിച്ച്. നാളെ നമ്മൾ ഇന്നതുപോലെ ചെയ്യണം, നമ്മുടെ സമ്പത്ത് ഇന്നതുപോലെ കൈകാര്യം ചെയ്യണം, നമ്മുടെ ജോലി ഇന്നതുപോലെ ചെയ്യണം, നമുക്ക് ഇവിടെ നിന്നാൽ എത്രത്തോളം നമുക്ക് വിജയിക്കും, അല്ലെങ്കിൽ നാട്ടിൽ പോയാൽ നമുക്ക് വിജയിക്കുമോ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യം തിരഞ്ഞെടുക്കാമോ, ഇങ്ങനെയുള്ള പലവിധ ചിന്തകളും അതിനുള്ള പരിശ്രമമാണ്. ഇതിൻ്റെ ഇടയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യം നാം മറന്നുപോകുന്നു. ദൈവത്തെ നാം ഏത് തിരക്കിൻ്റെ ഇടയിലും ദൈവ വചനത്തിൽ കൂടെ നാം ദൈവത്തെ അന്വേഷിക്കണം. മാത്രമല്ല, അതിന് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പാപം ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം ഹൃദയത്തിൽ ദൈവവചനം എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. എന്ന് വെച്ചാൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ സംരക്ഷിക്കണം. അപ്പോൾ ദൈവവചനം സൂക്ഷിക്കുന്നതിലൂടെ, ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിൽ കൂടെ നമുക്ക് പാപം ചെയ്യാതിരിക്കുവാൻ കഴിയും എന്ന് സങ്കീർത്തനക്കാരൻ ആരാണെന്ന് നമുക്കറിയത്തില്ല. ദാവീദാണെന്ന് ഒരുപാട് പേർ അഭിപ്രായപ്പെടുന്നു. ആര് തന്നെയായാലും ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് പാപം ചെയ്യുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അതുപോലെ തന്നെ നിങ്ങളും എന്ത് ചെയ്യണം? പാപം ചെയ്യാതിരിക്കുവാൻ ഹൃദയത്തിൽ ദൈവവചനം സൂക്ഷിക്കണം, അതിനെ സംരക്ഷിക്കണം എന്നാണ്. നമുക്ക് തലയണയുടെ അടിയിൽ വെക്കാനുള്ളതല്ല ദൈവവചനം. നമ്മുടെ കുഞ്ഞുങ്ങൾ പേടിക്കുമ്പോൾ കൊണ്ടെടുത്ത് വെക്കാനുള്ളതല്ല ദൈവവചനം. ഇത് വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും ഇതിൽ നിന്ന് സന്തോഷിക്കുവാനും ഇതിൽ നിന്ന് നമ്മുടെ ഭാവിയെ നമ്മൾക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയുന്നതാണ് ദൈവവചനം. അതിന് നാം ആ പ്രാധാന്യം കൊടുക്കണം. ഈ ലോകത്തിൻ്റെ ശത്രുവിൻ്റെ പോരാട്ടത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത് ദൈവവചനം നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു.
നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്താണ് കാരണം? വചനം നമ്മളോട് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ, നമ്മുടെ ആശയങ്ങളിൽ, നമ്മുടെ അഭിലാഷങ്ങളിലൊക്കെ ദൈവവചനം കടന്നു വരും. ദൈവവചനത്തിന് അനുസൃതമല്ലാതെ ഒരു ചുവട് നമുക്ക് വെക്കുവാൻ തക്കവണ്ണം കഴിയാത്ത നിലയിൽ ദൈവവചനം നമ്മളെ സംരക്ഷിക്കും. അങ്ങനെ പാപത്തിൽ നിന്ന് നമുക്ക് മാറി ജീവിക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ എല്ലാറ്റിൻ്റെയും ഉറവിടം അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും പ്രഥമ സ്ഥാനം ദൈവവചനത്തിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുക വഴി പാപത്തിൻ്റെ ദുഷ്കരമായ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് മാറി ജീവിക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ സ്വയം വിൽ പവർ കൊണ്ട് നമ്മൾക്കൊരിക്കലും പാപത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് പാപത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നു? തീരുമാനം എടുക്കുന്നു, ഞാൻ നല്ലപോലെ ജീവിച്ചോളാം, അങ്ങനെ ചെയ്തോളാം. ഒറ്റ ആഴ്ച കൊണ്ട് എല്ലാ തീരുമാനവും പൊട്ടി പാളീഷാകും. കാരണം എന്താണ്? ദൈവവചനം കൂടെ ഇല്ലാതെ നമുക്ക് ഒന്നും സാധ്യമാകാത്ത അവസ്ഥയാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? പാപം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടാതിരിക്കുവാൻ തക്കവണ്ണം ദൈവവചനം നാം സൂക്ഷിക്കണം. ദൈവവചനം നമ്മുടെ അകത്തില്ലെങ്കിൽ നമ്മൾ പാപം ചെയ്തു പോകും, നമ്മൾ തെറ്റിലേക്ക് പോകും. നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ഒരു പുനർവിചിന്തനത്തിനുള്ള അവസരം ലഭ്യമാകുന്നില്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിച്ചു. എബ്രായ ലേഖനം 4-ന്റെ 12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും ചേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. നോക്കുക, എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ വചനം ഇത് ജീവനുണ്ട്. ജീവനുള്ളത് നമ്മളോട് പ്രതികരിക്കും. ജീവനുള്ളത് നമ്മൾക്ക് ഉപദേശം തരും. ജീവനുള്ളത് നമ്മളെ നിയന്ത്രിക്കും. അപ്പോൾ ദൈവവചനത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. മാത്രമല്ല ഇതിനൊരു ചൈതന്യമുണ്ട്, ഒരു പ്രസരിപ്പുണ്ട്. എപ്പോഴും ഇതിനൊരു ചൈതന്യമുണ്ട്. മാത്രമല്ല ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഇത് നമ്മളെന്ത് ചെയ്യും? കീറിക്കളയും. കീറിക്കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ഭാവങ്ങളെ, നമ്മുടെ ചില സ്വയങ്ങളെയൊക്കെ എന്ത് ചെയ്യും? ഇത് കീറിക്കളയും. മാത്രമല്ല പ്രാണനെയും ആത്മാവിനെയും സദ്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഏതണുവിലും കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഈ ജീവനുള്ള ദൈവവചനത്തിന് കഴിയും. മാത്രമല്ല ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളെ വരെ, നമ്മുടെ ഭാവങ്ങളെ, നമ്മുടെ സ്വയത്തെ, നമ്മുടെ എല്ലാ ചിന്തകളെയും എല്ലാം നിയന്ത്രിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതാണ് ദൈവവചനം. ഇതെങ്ങനെ ക്രിയ ചെയ്യുന്നു? നമ്മുടെ ഉള്ളിൽ ദൈവവചനം ഉള്ളത് കൊണ്ട് നമ്മളൊരു പാപത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ദൈവവചനം നമ്മളോട് പറയുന്നു അത് ചെയ്യരുത്, അതിനെ നമ്മളിൽ നിന്ന് വിലക്കുന്നു. നമ്മുടെ ചിന്തകളിൽ പോലും അത് ഉണ്ടായി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളോട് ദൈവവചനം പ്രതികരിക്കുന്നു. അങ്ങനെ നമ്മൾക്കത് ചെയ്യാതിരിക്കുവാനോ അല്ലെങ്കിൽ അറിയാതെ പെട്ടെന്നൊരു നിമിഷത്തിൽ ചെയ്തു പോയാൽ തന്നെ ദൈവത്തോട് ക്ഷമ ചോദിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നു. കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത് ദൈവവചനം അകത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദൈവവചനം നമ്മുടെ അകത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പാപം ചെയ്താൽ ഇനി ആ പാപം ചെയ്യുകയില്ല എന്നൊരു തീരുമാനമെടുത്ത് നമ്മൾ അങ്ങ് പോകും. അതിൽ യേശുക്രിസ്തുവിനെ അവിടേക്ക് കൊണ്ടുവരാത്തത് കൊണ്ട് ആ പാപം പാപമായി തന്നെ അവിടെ കിടക്കുകയാണ്. എന്നാൽ ഒരു ദൈവ പൈതലിന് പാപം ഉള്ളിലുള്ളത് കൊണ്ട് എപ്പോഴും അവനോട് സംസാരിക്കുന്നത് കൊണ്ട് അവൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എന്ത് ചെയ്യുന്നു? ആ പാപം കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പറയുകയും യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പാപം കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പാപത്തെ എന്നേക്കുമായി കഴുകി ശുദ്ധീകരിക്കണം. അപ്പോൾ മാത്രമേ നമുക്കൊരു പുതുജീവൻ നൽകുകയുള്ളൂ, ഒരു പുതുജീവൻ വരികയുള്ളൂ. അതിനുവേണ്ടി നാം ദൈവവചനത്തെ നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കണം. അത് ഒരു വാക്യം സൂക്ഷിക്കണം എന്നല്ല, ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കഴിയാവുന്നത്ര, ദൈവവചനം നമ്മൾ കേൾക്കുന്നത് അത്രയും, ദൈവവചനം നമ്മൾ വായിക്കുന്നത് അത്രയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഈ പിശാചിനൊരു പരിപാടിയുണ്ട്. എന്താണ്? ദൈവവചനം അകത്തോട്ട് ചെല്ലും. പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ വന്നിരിക്കുമ്പോൾ ഭയങ്കര കൈയടിച്ച് ഭയങ്കര ബഹളവും വെച്ച് ഇതെല്ലാം മനസ്സിലായി
പുതിയ പുതിയ ചിന്തകൾ ദൈവദാസന്മാർ പറയുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ കയറി യോഗം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മാറ്റർ വ്യത്യാസം. ഇന്നാളെ ഒരാൾ പറയുന്നുണ്ട്, 2 അപ്പച്ചന്മാർ സഭ വന്നിരുന്നു അഫ്ഗാനിസ്ഥാന്റെ പേരിൽ അടിയുണ്ടാക്കി യോഗം കഴിഞ്ഞ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ലോകത്തിലെ വലിയ വലിയ സംഭവങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. നമ്മുടെ വീട്ടിലെ കാര്യം പോലും നമ്മൾ വീട്ടിൽ ചിന്തിക്കത്തില്ല. നമ്മൾ ലോകത്തിലെ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മളിങ്ങനെ, അതായത് ഈ നമ്മൾ ദൈവം കൊണ്ടിടുന്ന ഈ വചനം യോഗം കഴിയുമ്പോൾ ശത്രു എന്ത് ചെയ്യും, കൊത്തിക്കൊണ്ട് സ്ഥലം വിടും. പിന്നെ നമ്മൾ അടുത്ത ആഴ്ച വരെ ചിലർക്ക് ഇടയ്ക്കൊക്കെ ദൈവനം വായിക്കും, ദൈവനം പ്രസംഗം കേൾക്കുകയൊക്കെ ചെയ്യും. ചിലർ എന്ത് ചെയ്യത്തില്ല, ഒന്നും കേൾക്കാതില്ല. ഇതിങ്ങനെ കിളിപോയ അവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ ദൈവജനം ഇല്ലാതെ ഇങ്ങനെ നടക്കുക. എന്നാൽ ദൈവജനം കേൾക്കാമെന്ന് കരുതി നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പം വേറെ ചില പ്രസംഗങ്ങളായിരിക്കും. ദൈവവചനത്തെ മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാനായി കഴിയുന്നു. അപ്പോൾ നാം വളരെയധികം ശ്രദ്ധയോടെ നാം ദൈവവചനം ശ്രദ്ധയോടെ അതിൻ്റെ കർത്താവിനോട് പ്രത്യേകം നമ്മൾ ദൈവവചനം കേൾക്കുന്നതിന് മുമ്പ് പറയണം, കർത്താവേ, യഥാർത്ഥമായ ദൈവവചനം പിശാച് കൊണ്ടിടുന്ന ഇങ്ങനെയുള്ള ഉഴപ്പൻ പരിപാടികളൊന്നും നമ്മളെന്ത് ചെയ്യുക, കേൾക്കാൻ തക്കവണ്ണം നമുക്കിടയാകരുത്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ദൈവവചനത്തിന് വിരുദ്ധമായ ഒരുപാട് പ്രസംഗങ്ങൾ ദൈവവചനം എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേൾക്കുവാൻ തക്കവണ്ണം നമ്മൾക്കിടയാകണം. അപ്പോൾ വചനമാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ മാത്രമേ പാപം ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യത തുറന്നു കിട്ടുകയുള്ളൂ. ഗലാത്യ ലേഖനം 2:20 വായിക്കും. ഗലാത്യർ 2:20. നോക്കുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അപ്പൊ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വേണം. ക്രിസ്തുവിനോട് കൂടെ നാം എന്ത് ചെയ്യുന്നു, ആ ക്രൂശിൽ അവിടെ കിടക്കുക. ക്രിസ്തു മരിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവരും ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്തു, അവിടെ മരിച്ചു. നമ്മുടെ ചേസ് പാസ്റ്റർ പറയും, മരിച്ചു കിടക്കുന്നവനെ നമ്മൾ എന്തെങ്കിലും ചെയ്യും, പ്രതികരിക്കുമോ? ഇല്ല. മരിച്ചു കിടക്കുന്നവനെ നമ്മൾ തുപ്പിയാലും തട്ടിയാലും കുത്തിയാലും എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിൽ നമ്മൾ എന്ത് ചെയ്തു, മരിച്ചു. ഈ ലോകത്തിന്റെ എന്ത് പ്രശ്നം അവിടെ ഉണ്ടാക്കിയാലും നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ ക്രിസ്തു യേശു മരിച്ചവിടെ കിടക്കുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ നാം വീണു പോവുകയില്ല. ഈ ലോകത്തിന്റെ പ്രതിസന്ധികളിൽ എന്ത് ചെയ്തില്ല, നാം പോകുകയില്ല. ഈ മരിച്ചു കിടക്കുന്ന നമ്മളെ പിന്നീട് ജീവിക്കുന്നത് ആരിൽ കൂടിയാണ്, ക്രിസ്തുവിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, എന്നിൽ ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ക്രിസ്തു, അതായത് ലോകത്തോട് നമ്മൾ എന്ത് ചെയ്തു, മരിച്ചു. വചനമുള്ളിലുള്ളവൻ ലോകത്തോട് മരിച്ചു. ലോകത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവനൊരു പ്രശ്നമല്ല. ലോകം എന്ന് പറഞ്ഞാൽ ഈ വേൾഡല്ല, ലോകത്തിന്റെ പ്രലോഭനങ്ങൾ, ജഡത്തിന്റെ പ്രലോഭനങ്ങളിൽ നമ്മൾ മരിച്ചുപോയി. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ആരിലാണ്, ക്രിസ്തു യേശുവിലാണ്. അപ്പോൾ വചനം അകത്ത് വന്നാൽ മാത്രമേ ക്രിസ്തു യേശുവിൽ നമുക്ക് ജീവിക്കുവാനായി സാധിക്കുകയുള്ളൂ. അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ മുമ്പ് ഓർപ്പിച്ചായിരുന്നു, ഈ 119-ാം സങ്കീർത്തനത്തിലെ ചട്ടങ്ങൾ, വിധികൾ, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ദൈവവചനത്തെ സൂചിപ്പിക്കുന്നതാണ്. എല്ലാ വാക്യത്തിലും ദൈവവചനത്തിന്റെ ഓരോ സൂചനയുണ്ട്. അവിടെ കാണുന്നു, നീ യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ അല്ലെങ്കിൽ നിന്റെ വചനങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അപ്പോൾ ചട്ടങ്ങളെ എന്ത് ചെയ്യണം, ഉപദേശിച്ചു തരണം. ദൈവത്തിന്റെ ഉപദേശം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതെങ്ങനെ ലഭിക്കുന്നു? ദൈവവചനം നമ്മൾ വായിക്കുന്നതിലൂടെ ദൈവത്തിന്റെ ഉപദേശം നമ്മളോട് ദൈവവചനം നമ്മളോട് എന്ത് ചെയ്യണം, എപ്പോഴും സംസാരിക്കണം. അങ്ങനെ എല്ലാവർക്കും അതെങ്ങനെയാണ് അറിയുന്നിരിക്കരുത്. ദൈവവചനം നമ്മൾ ചെയ്യും, ദൈവവചനം നിരന്തരമായി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോട് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവവചനം എടുത്ത് വായിക്കുമ്പോൾ ചെയ്യും, നമ്മളോട് സംസാരിക്കും. നമ്മൾ അനേക ദൈവത്തിന്റെ മാർമിക രഹസ്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവവചനത്തിൽ നിന്ന് വലിയ പ്രകാശനങ്ങൾ നമുക്ക് തരും. ഇതൊക്കെ ദൈവവചനം വായിക്കുമ്പോൾ ഇതിലൂടെ ദൈവം തരുന്ന ചില ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങൾക്ക് അനുസൃതമാണ് നാം ജീവിക്കേണ്ടത്. ആ ഉപദേശങ്ങൾക്ക് വില കൽപ്പിച്ച് വേണം നാം ജീവിക്കുന്നത്. സങ്കീർത്തനം 25-ന്റെ 4-ാം വാക്യത്തിലേക്ക് വരും. അവിടെ എങ്ങനെ കാണുന്നു, യഹോവേ, നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ. യഹോവേ, നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ. അതായത് ഞാൻ പോകുന്ന വഴി അല്ല എൻ്റെ വഴി, നിന്റെ വഴിയാണ്. നീ എന്നെ കൊണ്ടുപോകുന്ന, നീ എന്നെ നടത്താൻ ഉദ്ദേശിക്കുന്ന ആ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പാതകൾ എന്ത് ചെയ്യണം, എനിക്ക് ഉപദേശിച്ചു തരണം.
ദൈവത്തിൻ്റെ പാത നമ്മൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവവചനം വായിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇത് നമ്മുടെ ഉപദേശം തെറ്റുമ്പോഴാണ് ഉപദേശമരൊക്കെ തലേ കൈവച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ഉപദേശം തെറ്റുന്നുണ്ടാവും. ഉപദേശം ശരിയായിട്ടുള്ളവൻ്റെ തലയിലൊന്നും ആരും കൈവെക്കത്തില്ലെന്ന്. കാരണം അവൻ ക്ലിയർ ആയിട്ടുള്ളവൻ്റെ തല കൈവെക്കത്തില്ല. ക്ലിയർ ആയിട്ടല്ലാത്തവൻ്റെ തലയില കൂടുതലും കൈവച്ചിട്ട് നീ ഒന്ന് ശരിയാകണം, മടങ്ങി വരണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഉപദേശിച്ച് തരണം നിന്റെ വഴികളെ. അപ്പോൾ ദൈവവചനം അകത്തുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? നമുക്ക് ആ ശരിയായ രീതിയിൽ ജീവിക്കുവാൻ തക്കണം കഴിയും. ദൈവവചനം നമ്മുടെ അകത്തില്ലെങ്കിൽ നമ്മുടെ വഴി ഏതുവഴിയാണെന്ന് നമുക്കറിയത്തില്ല. കാരണം ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമ്മൾ പോകുന്ന വഴി അല്ലെങ്കിൽ പോകുന്ന ഒരു ലക്ഷ്യം. ദൈവവചനം അകത്തില്ലാത്തവന്, ദൈവം എവിടെയാണെന്ന് അറിയാത്തവന് വഴി അറിയത്തില്ല. അവനിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇരുട്ടത്ത് കോഴിയെ ഇറക്കി വിട്ടാലെങ്കിലും ഇരിക്കും. ഇരുട്ടത്ത് കോഴി ഇങ്ങനെ പതുങ്ങി നടക്കുന്ന പോലെ ഇങ്ങനെ കറങ്ങി നടക്കുമെന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ദൈവവചനം ഉള്ളിലുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം, ക്രിസ്തു ആകുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് 25 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസവും മുഴുവൻ ഞാൻ നിങ്കൽ പ്രത്യാശ വെക്കുന്നു. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവനെ ദൈവം ഉപദേശം നൽകും. ആ വഴിയിൽ കൂടെ നടക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രാധാന്യം ദൈവവചനം നമ്മുടെ ഉള്ളിൽ വേണം എന്നുള്ള ഒരു പാരഗ്രാഫാണ് നമ്മൾക്ക് ആ 2ാം ഭാഗത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ മാത്രമല്ല അതിൻ്റെ 13ാം വാക്യം, ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും പറഞ്ഞു. ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അധരങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ വിധികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം നമുക്ക് സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയും. വചനം അകത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ദൈവവചനം സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. നമ്മൾക്ക് ദൈവവചനം മറ്റൊരാളോട് പറയുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ദൈവവചനം ഉള്ളത് കൊണ്ടാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, ദൈവവചനം നട്ടു, വളർന്നില്ല. വളർച്ചയില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തോട്ട് വരത്തില്ല. അവിടെ കുഞ്ഞു ചെടിയായിട്ട് 1 ഇഞ്ച് ചെടിയായിട്ട് അവിടെ നിൽക്കുക. ഇത് വളർന്നൊരു വലുതായ വൃക്ഷമായെങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഇത് തന്നെയാണ് എഴുത്തുകാരൻ്റെ ഇഷ്ടമാണ്. കർത്താവേ, അങ്ങയുടെ വചനം മറ്റുള്ളവരോട് പറയുവാൻ ഞാൻ ഏറ്റവും എന്ത് ചെയ്യുന്നു? പ്രിയപ്പെടുന്നു. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിന്റെ വചനങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ല, അതിനെ അങ്ങ് വർണ്ണിക്കും. ദൈവവചനത്തെ വർണ്ണിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ചിലരോടൊക്കെ ദൈവവചനത്തോട് സംസാരിക്കാൻ നമ്മൾ ഒന്ന് തുടങ്ങിയിട്ടാൽ മതി, അവർ ഏറിയ കാലിയാണ് അവർ. പിന്നെ ചിലരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വേറെ മാറ്റാണ് അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയി. അങ്ങനെ പല ആളുകളാണ്. എന്നാൽ ദൈവവചനം നമ്മൾ നിരന്തരമായി സംസാരിച്ച്, അത് നമ്മുടെ വീട്ടിലും നമ്മുടെ ഭാര്യയോടും നമ്മുടെ സുഹൃത്തുക്കളോടുമൊക്കെ നമുക്ക് സംസാരിക്കുവാൻ പറ്റുന്ന ആളുകളോടൊക്കെ നമ്മൾ കൂടുതലായി സംസാരിക്കണം. പ്രത്യേകാൽ നമ്മളെക്കാൾ അറിവുള്ള, ദൈവവചനത്തിൽ പ്രാഗൽഭ്യമുള്ള അറിവുള്ള ആളുകളോട് നമ്മളെപ്പോഴും സംസാരിക്കണം. അതിന് നാം സമയം നോക്കരുത്. അങ്ങനെ ചെയ്യുന്നു എങ്കിൽ നമുക്ക് അത് അനുഗ്രഹമായി തീരും. അപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കണം. ആ നിറഞ്ഞിരിക്കുന്നത് പുറത്തേക്ക് വരും. നമ്മൾ പറയുമല്ലോ, അകത്ത് ഹൃദയം നിറഞ്ഞിരിക്കുന്നതാണ് വായ് സംസാരിക്കും. അപ്പം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ നമുക്ക് അത് സംസാരിക്കുവാൻ കഴിയും. കാരണം 1000 സ്വർണത്തേക്കാൾ, പൊൻവെള്ളി നാണയത്തേക്കാൾ വിലമതിക്കപ്പെട്ടതാണ് ദൈവവചനം. ആ വിലയേറിയ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പലരോടും നമുക്കാർക്കും, ഇപ്പം നിങ്ങൾക്കാർക്കും ഇല്ലാത്തൊരു അറിവ് എനിക്ക് കിട്ടി, ഞാൻ നിങ്ങളോട് വർണ്ണിക്കാൻ എന്ത് ചെയ്യും? അത് സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കി അത് കണ്ടെത്തി പറയും എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ അതങ്ങ് വർണ്ണാഭമായി നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരുമ്പോൾ, അതിൻ്റെ ശാഖകളായി പിരിഞ്ഞ ആ അറിവുകളുടെ ശാഖകൾ വളർന്നു വരുമ്പോൾ, അതിൻ്റെ വലിയ പ്രകാശം പരത്തുമ്പോൾ, അതിൻ്റെ ആ പ്രകാശത്തിൻ്റെ പൊലിമ മറ്റുള്ളവരോടൊന്ന് വർണ്ണിക്കുവാൻ ആ സങ്കീർത്തനക്കാരൻ താല്പര്യപ്പെടുന്നത് പോലെ തന്നെ നാം എന്ത് ചെയ്യണം? ദൈവവചനത്തിൻ്റെ കുറിച്ച് വർണ്ണിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഇതിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിമർശിക്കുന്നവരോട് നാം വാഗ്വാദത്തിന് പോകാതെ ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം വിമർശിക്കുന്നവർക്ക് നമ്മളിത് പറഞ്ഞാൽ പിന്നീട് അവർക്ക് ആ വിമർശനം കൂടുമെന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവുമില്ല. നാം എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കുവാൻ താല്പര്യമുള്ളവരോട്, അറിയാൻ താല്പര്യമുള്ളവരോട്, ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ അറിയാത്തവരോട് നാം ഇതൊന്ന് വർണ്ണിക്കണം.
ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ വേണം. ദൈവവചനം ഉള്ളിലില്ലെങ്കിൽ ശൂന്യമാ അല്ലേ? കാലിയായി കിടക്കുന്നിടത്ത് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നു. ലൈറ്റ് എല്ലാം ഓഫാക്കി. ഇരുട്ടിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞു? ഒന്നും വർണ്ണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇരുട്ടിനെ വർണ്ണിക്കുന്നവരുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യില്ല? ഇരുട്ടിനെ വർണ്ണിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്തതിനെ നമ്മൾക്ക് എങ്ങനെ വർണ്ണിക്കും? ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൊട്ടത്തരവും വട്ടുമൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഉള്ളിലൊന്നുമില്ലാത്ത ഈ വട്ടന്മാരുടെയൊക്കെ മെയിൻ പ്രശ്നം അതാ, ഉള്ളിലൊന്നുമില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറന്നിങ്ങനെ നടക്കുന്നത്. എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, 1 രൂപ തരികയാണെങ്കിൽ ഞാനൊരു ചായ കുടിക്കും. വേണമെങ്കിൽ 1 രൂപ തരികയാണെങ്കിൽ ഞാനൊരു ചായ. അപ്പോൾ പുള്ളിക്ക് നമുക്ക് വേണമെങ്കിൽ 1 രൂപ കൊടുത്താൽ പുള്ളി എന്ത് ചെയ്യും? പുള്ളി വേണം ഒരു ചായ കുടിക്കും. നമ്മളെന്താ കിളി പോവുക എന്നൊക്കെ പിള്ളേരുടെ ഭാഷയുണ്ട് അല്ലേ? അപ്പോൾ കിളിപോയ അവസ്ഥയിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കണ്ടില്ലേ, ദൈവസന്നിധിയിലൊക്കെ വന്നിട്ട് കുറച്ച് പേര് പറയുന്നതിന് ആഹാ അതാണോ ശരി, ആഹാ അങ്ങനെ, എന്നിട്ട് അവരെ അഭിപ്രായം പറയും. ഇപ്പുറത്ത് വന്നിട്ട് വേറെ ആടെ കേൾക്കുന്നതിന് ആഹാ അതാണ്. ഒരഭിപ്രായവുമില്ല. കാരണം എന്താ? വചനം അകത്തില്ല. അകത്തുണ്ടെങ്കിലേ ധീരമായ ചുവടുവെപ്പുകൾ എടുക്കുവാൻ തക്കോണം കഴിയുകയുള്ളൂ. അപ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ദൈവവചനത്തിന്റെ സത്യങ്ങൾ നമ്മളും മറ്റുള്ളവരുമായി നമ്മൾ സംസാരിക്കണം. അതൊരു വലിയ അനുഗ്രഹമാണ്. എത്ര വലിയ സത്യങ്ങൾ! നമ്മളെക്കാൾ അറിവുള്ളവരെ വചനത്തെ കൂടുതലായി പഠിക്കുകയും ധ്യാനിക്കുക. അത് ദൈവദാസന്മാരാകണമെന്നില്ല. വിശ്വാസികൾ നമ്മളെക്കാൾ അറിവുള്ളവരുണ്ട്. അവരിൽ നിന്നും നമ്മൾ കേൾക്കുവാൻ തയ്യാറാകണം. അവരിൽ നിന്ന് നമ്മൾ പഠിക്കാത്ത ചിലത് പഠിക്കുവാൻ തക്കവണ്ണം, നമ്മൾ മനസ്സിലാക്കാത്ത ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നാം പ്രാപ്തരാകണം. അങ്ങനെ പ്രാപ്തരാകുന്നുവെങ്കിൽ ഈ ദൈവവചനം വർണ്ണിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. മാത്രമല്ല അവിടെ കാണുന്നു, ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കും. ഞാൻ എൻ്റെ സർവ്വസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിയിൽ ആനന്ദിക്കും. സർവ്വസമ്പത്തിനേക്കാളും ആനന്ദം ദൈവവചനത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നുവെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ ഭക്തനാണ്. ദൈവവചനത്തിന് മറ്റുള്ളതിനേക്കാൾ ഒന്നിനും പ്രാധാന്യം കൊടുക്കാതെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങൾ സന്തോഷവാന്മാരാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തുമായി താരതമ്യം ചെയ്താൽ ദൈവവചനത്തോട് ഒക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവവചനത്തിൻ്റെ അടുക്കലേക്ക് വന്ന് ആ വിലയേറിയ നന്മയെ, വിലയേറിയ ആ സമ്പത്തിനെ നാം ഉള്ളിലാക്കണം. വിലയേറിയ സമ്പത്തിനെ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കണം. സങ്കീർത്തനം 119 തന്നെ അവസാന വാക്യം 162 വാക്യത്തിലേക്ക് വരുമ്പോൾ, വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത്. വലിയ കൊള്ള. ആ കൊള്ള കണ്ടു കിട്ടിയ സന്തോഷം നമ്മൾ എങ്ങനെ ആനന്ദിക്കുന്നുവോ, നമ്മൾ എങ്ങനെ ആ സന്തോഷം പങ്കിടുന്നുവോ, അതുപോലെ ദൈവവചനം നാം എന്ത് ചെയ്യണം? സന്തോഷിക്കുകയും നമ്മളതിനെ ആനന്ദിക്കുകയും ചെയ്യാം. ദൈവവചനം നമ്മുടെ ഉള്ളിൽ വരണം. വലിയ സർവ്വസമ്പത്ത്, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ദൈവവചനമാണ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തുവാണ് ഏറ്റവും വലിയ. ക്രിസ്തുവിനേക്കാൾ വലിയൊരു സമ്പത്ത് നമുക്കില്ല. ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. നിത്യത എന്ന ആ വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ നടത്തുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നേടിയതെല്ലാം നമ്മുടെ മരണം കൊണ്ട് നമുക്ക് ശൂന്യമായി പോകും. ഒന്നുമില്ല, ഇവിടെ നേടിയ സമ്പത്തുമില്ല. അങ്ങ് കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് ചെല്ലാനും പറ്റത്തില്ല. നിത്യ നരകം, നമ്മൾ മരിക്കുന്ന അന്ന് മുതൽ എന്ത് ചെയ്യുക? നരകം സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ നിത്യതയിൽ പ്രവേശനമില്ലാത്തവൻ മരിക്കുന്ന അന്ന് തൊട്ട് കഷ്ടം അനുഭവിക്കുക. നിത്യതയിലേക്ക് പോകുന്നവൻ എന്ത് ചെയ്യുക? അവൻ മരിച്ചു കഴിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ വിശ്രമിക്കുക. പിന്നീടാണ് കർത്താവിനോടുകൂടെ യുഗായുഗം അല്ലെങ്കിൽ നിത്യതയിൽ വസിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ദൈവവചനം നമ്മുടെ ഉള്ളിൽ വേണം. 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിലെ ന്യായപ്രമാണം അല്ലെങ്കിൽ നിന്റെ വായിലെ വചനം എനിക്ക് നല്ലതാകുന്നു. 1000 പൊൻവെള്ളി നമ്മൾക്ക് പൊൻവെള്ളി നാണയത്തേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവവചനമല്ല. എന്നാൽ എന്തിനേക്കാളും അല്ലെങ്കിൽ ഏറ്റവും വിലമതിക്കപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി നാം ഒരുങ്ങണം. ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. സമയം പോകുന്നല്ലോ, അടുത്ത 2 വാക്യം നമ്മൾ ഒന്ന് ഓടിച്ചു പോകാം. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുന്നു, നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. പ്രമാണങ്ങളെ ധ്യാനിക്കണം. ഈ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
ധ്യാനം ഉണ്ടാകുകയും, ഉള്ളിലൊന്നുമില്ലെങ്കിൽ കണ്ണടച്ചിരിക്കാന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ആ സത്യത്തെയാണ് നാം ധ്യാനിക്കുന്നത്. ക്രിസ്തുയേശു നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ആ ക്രിസ്തുയേശുവിനെയാണ് ധ്യാനിക്കുന്നത്. വചനമാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ആ പ്രമാണങ്ങളെ ധ്യാനിക്കുക വഴി നിന്റെ വഴികളെ സൂക്ഷിക്കും. ഈ പ്രമാണം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ വഴി, ദൈവം നമ്മളോട് പോകുവാൻ പറഞ്ഞ വഴി, നമ്മൾക്ക് ആ വഴികളിൽ ആനന്ദിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവത്തിന്റെ വചനമുള്ളിലുള്ളത്. നമുക്കറിയാം, ചിലരൊക്കെ സന്നിധി വന്നിട്ട് ഈ ആലയത്തിലൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടാകാൻ പറയും, പണ്ടങ്ങും അവിടെ അങ്ങ് പോയാൽ മതിയായിരുന്നു, ഇതായിരുന്നു അതിലും ഭേദം എന്ന് പറയുന്ന ആളുകളും. അപ്പൊ എന്ത് ചെയ്യാം, വചനം അകത്തില്ല. അതുകൊണ്ടാണ് ഈ രക്ഷയുടെ അനുഭവത്തെ തള്ളിപ്പറ. അപ്പോൾ വചനമുള്ളിൽ വേണം, അത് ധ്യാനിക്കണം. ധ്യാനിച്ചിട്ട് ദൈവം നമ്മൾക്ക് ആ ധ്യാനിക്കുമ്പോഴേ വഴി നമുക്ക് കിട്ടത്തുള്ളൂ. അതിനു മുമ്പ് നമുക്ക് വഴി ഏതാണെന്ന് തിരിച്ചറിയത്തില്ല. ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഈ ലോകം തരുന്ന വഴികളുണ്ട്, ദൈവത്തിന്റെ വഴികളുണ്ട്. ധ്യാനിക്കുന്നവന് എന്ത് ചെയ്യും, ദൈവത്തിന്റെ വഴി ദൈവം കാണിച്ചു തരും. ആ വഴിയിൽ സന്തോഷിച്ചു പോകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. മാത്രമല്ല, ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയില്ല. ഞാൻ നിന്റെ വചനത്തിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയില്ല. നമ്മൾ പാട്ടൊക്കെ കേട്ട് രസിച്ചിങ്ങനെ അല്ലേ എന്ന് പറഞ്ഞതുപോലെ വചനത്തിൽ രസിക്കുന്നത്, ആ രസിക്കുക എന്നൊരു അനുഭവമാണ്. ഈ രസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവവചനത്തിലെ ചില അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് നമുക്കൊരു പ്രകാശനം നൽകും, ഒരു പ്രത്യേക അറിവ്, ഇതുവരെ നമ്മൾക്ക് മനസ്സിലാകാത്ത ഒരു ഉൾക്കാഴ്ച നമ്മൾക്ക് തരും. അതിൽ നമുക്ക് സന്തോഷിക്കുക. ഈ ദൈവവചനം അനുസരിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഇന്നലെ കഴിഞ്ഞു, അല്ലെങ്കിൽ നാളെ കഴിയും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞു. അതൊരു രസമാണ് അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു, ദൈവത്തെ വിളിച്ച് ജീവിച്ചു, ദൈവവചനം എനിക്ക് ആസ്വദിച്ച് വായിക്കുവാൻ കഴിഞ്ഞു, ദൈവവചനത്തിൽ നിന്ന് ഒരുപാട് നേരം എനിക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിഞ്ഞു. ഇതൊരു രസമാണ്. ഈ രസം എന്ത് ചെയ്യണം, നമുക്കുണ്ടാകണം. ദൈവവചനത്തിൽ രസിക്കുവാൻ തക്കവണ്ണം കഴിയാത്തവന് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം നമ്മൾ താല്പര്യപ്പെടുന്നത് പോലെ ദൈവവചനം നമുക്ക് പ്രിയമാണെങ്കിൽ ദൈവവചനത്തിലെ സത്യങ്ങളും ദൈവവചനത്തിൻ്റെ വഴികളും ദൈവവചനം നമ്മളെ നടത്തിയ വിധങ്ങളുമൊക്കെ നമുക്ക് ഓർത്ത് രസിക്കുവാൻ തക്കവണ്ണം കഴിയും. പിന്നെ നമ്മളൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നമ്മളെ നടത്തിയ എത്രയെത്ര അത്ഭുതപൂർണമായ വഴികളുണ്ട്. നമ്മുടെ ഒരു ചെറിയ കാര്യത്തിൽ പോലും എന്ത് ചെയ്തു, ദൈവം ഇടപെട്ടു, ദൈവം നമ്മളെ സൂക്ഷിച്ചു എന്നൊക്കെ കരുതുന്നത് ഒരു അനുഗ്രഹമാണ്. അതിൽ നമുക്ക് രസിക്കുവാൻ കഴിയണം. അത് നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകളോട്, നമ്മുടെ പങ്കാളിയോട്, നമ്മുടെ സുഹൃത്തിനോട്, നമ്മുടെ സഭയിലെ ചിലരോടൊക്കെ പറഞ്ഞ് അതിലൊന്ന് ആനന്ദിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് അതൊരു രസമാണ്, അതൊരു അനുഗ്രഹമാണ് അല്ലേ. നമുക്ക് രസിക്കുവാൻ കഴിയുന്നത് ദൈവത്തിലായിരിക്കണം. ഈ ലോകത്തിലെ ഒന്നിലുമല്ല നമുക്ക് രസിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിലല്ല, നമ്മൾ കാണുന്ന കാഴ്ചകളിലല്ല, നമ്മുടെ വിനോദ പരിപാടികളിലൊന്നുമല്ല നമുക്ക് രസിക്കുവാൻ തക്കണം. അതിനകത്ത് രസിക്കേണ്ടതിന് നമുക്ക് രസിക്കാം. പക്ഷേ ആത്യന്തികമായി ദൈവവചനത്തിൽ നാം രസിക്കണം എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രാരംഭവാക്യത്തിലേക്ക് വരാം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിന്. ഇവിടെ ബാലൻ മാത്രമല്ല, പ്രായമുള്ളവരും ചെറുപ്പക്കാരും യുവാക്കളും കുഞ്ഞുങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു, തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കണമെങ്കിൽ ദൈവവചനത്താൽ മാത്രമേ. നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മുടെ നടപ്പ് നിർമ്മലമല്ല. നാം നിർമ്മലമാണ് എന്ന് തോന്നുന്നു എങ്കിലും നമ്മുടെ നടപ്പ് നിർമ്മലമായവർ നോക്കുമ്പോൾ നമ്മുടെ നടപ്പ് ശരിയല്ല എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, ഞണ്ടിന്റെ വിചാരം നേരെയാ നടക്കുന്ന, പക്ഷെ പുള്ളി ഒരു സൈഡ് പിടിച്ച് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നല്ലതാണെന്ന് നമുക്കേ തോന്നത്തുള്ളൂ. പക്ഷേ നിർമ്മലമായി നടക്കുന്നവന്, ദൈവവചനം ഉള്ളിലുള്ളവന് നമ്മുടെ നടപ്പ് ശരിയല്ല എന്ന് തോന്നും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം, നമ്മുടെ നടപ്പിനെ ഒന്ന് നിർമ്മലമാക്കണം. അതിന് നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അതിന് നമ്മളെ സഹായിക്കേണ്ടതിന് കർത്താവേ, അങ്ങയുടെ വചനം എന്നിൽ വേണം, അങ്ങയുടെ വചനത്തിനനുസൃതമായി നടക്കുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കണമേ എന്ന് നമുക്ക് ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു.